Hello, my dear students. Welcome back to Ishack's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഏരിയയിൽ +1 ഫിസിക്സിലെ ചാപ്റ്റർ നമ്പർ 10 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫോക്കസ് ഏരിയയിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ചാപ്റ്റർ നമ്പർ 10 ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം നോക്കാം. 10.2.1 Pascal's law, 10.2.4 hydraulic mission, and 10.4 Bernoulli's principle. ശ്രദ്ധിക്കേണ്ട കാര്യം 10.4.1 to 10.4.4 not necessary. അതായത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ടോറിസെലിസ് ലോ, വെഞ്ചൂരി മീറ്റർ ആൻഡ് ഡൈനാമിക് ലിഫ്റ്റ് അതൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വരുന്നില്ല. അപ്പോൾ ഇതിൽ പാസ്കൽസ് ലോയും അതിന്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ഹൈഡ്രോളിക് മെഷീനും അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുപോലെ തന്നെ ബെർണോളിസ് പ്രിൻസിപ്പിൾ, ഈ മൂന്ന് കാര്യമാണ് നോക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ തന്നെയാണ്. നമുക്ക് നേരെ ക്വസ്റ്റിലേക്ക് കടക്കാം. First question, find the odd one out and justify your answer. Atomizer, venturi meter, aeroplane, hydraulic lift. ഇതിലറിയാം ഈ ചാപ്റ്ററിൽ മോസ്റ്റ്ലി എന്ത് വന്നാലും അത് ഒരു 80% ബെർണോളിസ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിരിക്കും. അപ്പൊ ഇതിൽ അറ്റോമൈസർ ആയിക്കോട്ടെ, വെഞ്ചുരി മീറ്റർ ആയിക്കോട്ടെ, എയറോപ്ലെയിൻ ആയിക്കോട്ടെ, ഇത് മൂന്നും ബെർണോളിസ് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് പാസ്കൽസ് ലോയിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ ഓഡ് വൺ ഈസ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. Hydraulic lift is a device used to lift heavy loads. State the principle behind the working of this device. പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പാസ്കൽസ് ലോ ഉള്ളത്. The pressure in a fluid at rest is the same at all point if they are in the same level or same height. And എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അടുത്ത് പറഞ്ഞു തരുന്നത്. The principle of transmission of pressure in fluid, the pressure applied to an enclosed fluid will be transmitted equally and undiminished to every part of the fluid and to the walls of the container. അതായത് നമ്മൾ ചെറിയൊരു ഭാഗത്ത് ഫോഴ്സ് കൊടുക്കുന്നു, വലിയ ഭാഗത്ത് നിന്ന് ഫോഴ്സ് റിസീവ് ചെയ്യുന്നു, ഫോഴ്സ് മൾട്ടിപ്ലൈയും നമ്മൾ പറയും ആംപ്ലിഫൈ ഫാക്ടർ എന്ന് പറയുന്ന ഒരു A/A എന്ന ടേം ആംപ്ലിഫൈ ചെയ്ത് തരികയാണ്. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഒരു ഭാഗത്ത് കിട്ടുകയാണ്. അപ്പോൾ ചെറിയൊരു പോയിന്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, വലിയൊരു പോയിന്റിൽ ഫോഴ്സ് റിസീവ് ചെയ്യുകയാണ്. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Question number 3. During windstorms, roofs of certain houses are blown off without damaging other parts of the houses. A. Name the theorem which explains this phenomena. And second one, state the theorem and explain this phenomena on the basis of this theorem. അതായത് കാറ്റടിക്കുമ്പോൾ നമുക്കറിയാം, വലിയ നല്ല കാറ്റടിക്കുമ്പോൾ റൂഫുകൾ ഒരു കേടുപാടും മറ്റത് ലിഫ്റ്റ് ചെയ്ത് പോകാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ അതിന്റെ റീസൺ. Bernoulli's principle എന്ന് പറയുമ്പോൾ represent the conservation of energy ആണ്, for flowing liquid ആണ്. In the case of streamlined flow of a ideal liquid, the total energy, that is kinetic energy plus potential energy plus pressure energy, remains a constant at all points of the flow. ഏത് ഒരു സ്ട്രീംലൈൻ ഫ്ലോ ചെയ്യുന്നവിടെ നമ്മൾ ഏത് നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആണെങ്കിൽ ഏത് പോയിന്റിൽ എടുത്താലും ആ പോയിന്റിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണോ കിട്ടുന്നത് എല്ലാ പോയിന്റിലും അത് തന്നെയാണ് കിട്ടുള്ളൂ. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾസ്, കൺസർവേഷൻ ഓഫ് എനർജി ആണത്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തിങ്ങനെയാണ്. When there is no storm, the outside pressure over the roof is equal to the inside pressure. During windstorms, due to the high velocity of air over the roof of the pressure decreases. Due to this pressure difference between the top and bottom of the roof is lifted up and the blow off in the direction of the wind. അതായത് ഫസ്റ്റ് പറയുന്നത് എങ്ങനെയാണ്, വിൻഡ് അടിക്കുന്നതിന് മുന്നേ റൂഫിന്റെ മേലെയും റൂഫിന്റെ ഉള്ളിലും അറ്റ്മോസ്ഫിയർ പ്രഷറാണ്, സെയിം പ്രഷറാണ്. പക്ഷെ വിൻഡ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി ഹൈ ആണ് റൂഫിന്റെ മേലെ. വെലോസിറ്റി ഹൈ ആകുമ്പോൾ അവിടെ പ്രഷർ കുറയാണ്. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിലെ പ്രഷർ എന്താവും, ഹൈ ആണ്. കാരണം പ്രഷർ മുകളിൽ കുറഞ്ഞുകൊണ്ട് ഉള്ളിലത്തെ പ്രഷർ ഹൈ ആകുമ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ലിഫ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ റൂഫ് മുകളിലേക്ക് പൊന്തിപ്പോവാണ്. കാരണം നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ അറിയാം, P plus half rho v square plus rho g is a constant എന്ന് പറയും. അതായത് വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. അപ്പോൾ വെലോസിറ്റി, വിൻഡിന്റെ വെലോസിറ്റി കൂടുമ്പോൾ അവിടെ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. Question number 4. In case of fluids, a law of conservation of energy can be explained with Bernoulli's principle. State and prove Bernoulli's principle. While traveling in an aeroplane, it is advisable to remove ink from ഫൗണ്ടൻ പെൻ. വൈ അതിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് നമുക്ക് പ്രൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ് ചെയ്താണ് ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ. എന്തുകൊണ്ടാണ് എയറോപ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പിന്നെ ഇങ്ക് റിമൂവ് ചെയ്തിട്ട് ഫൗണ്ടൻ പെനിൽ വെക്കാനെന്ന് പറയാൻ കാരണം ലീക്ക് ആവും. കാരണം അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രഷർ ഈസ് ലോ, സോ ഇങ്ക് മേ ലീക്ക് ഔട്ട് ഓഫ് ഫ്രം പെൻ. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ പ്രഷർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്തെങ്കിലും ഇങ്ക് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എയറോപ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൗണ്ടൻ പെന്നിന്റെ ഇങ്ക് മാറ്റി വെക്കാൻ പറയുന്നത്. ഇനി ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി പറഞ്ഞാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രൂഫ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബെർണോളിസ് പ്രിൻസിപ്പിൾ. കൺസിഡർ എ ഫ്ലൂയിഡ് flowing through a pipe of different cross section and assume the flow is steady.
അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച അതേ ഫിഗറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹൈറ്റ് H1 H2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിഫറൻ്റ് ആണ്. A1 എന്ന ഏരിയയിലൂടെയാണ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്, A2 എന്ന ഏരിയയിലൂടെയാണ് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഏരിയയും തമ്മിൽ ഹൈ ഡിഫറൻസ് ഉണ്ട്, അത് മെൻഷൻ ചെയ്യാണ് H1 H2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് പ്രീവിയസ് വീഡിയോയിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്ത ഫിഗറിന് വ്യത്യസ്തമായി വരുന്നത്. ബാക്കി എല്ലാ ടേമും തന്നെ ഒരേ തന്നെയാണ്. അതിൽ അവിടെ പറഞ്ഞ അതേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാണ്. V1 സ്റ്റാൻഡ്സ് ഫോർ വെലോസിറ്റി ആണ്, വോളിയം നമുക്ക് ഡെൽറ്റ വി നമ്മൾ കൊടുക്കാറ്. അപ്പോൾ V1 വെലോസിറ്റി ആണ്, ഡെൽറ്റ ടി ടൈം ഡെൽറ്റ x1 ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് P1 പ്രഷർ, A1 ഏരിയ, H1 ഹൈറ്റ്. Let delta x1 be the distance through which the fluid moves in a small time delta t at A1. അപ്പോൾ ഡെൽറ്റ x1 എന്ന ഡിസ്റ്റൻസിലൂടെയാണ് ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ A1 എന്ന ഏരിയയിലൂടെയാണ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ ഡെൽറ്റ x1ഉം ഡെൽറ്റ x2ഉം ശ്രദ്ധിക്കുക. കാരണം ഈക്വൽ എമൗണ്ട് ഓഫ് വോളിയം ഓഫ് വാട്ടർ, എത്ര വെള്ളമാണ് ഉള്ളിലേക്ക്, എത്ര ഫ്ലൂയിഡാണ് ഉള്ളിലേക്ക് കടന്നത്, അത്ര ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും. അപ്പോൾ A1 ഡെൽറ്റ x1 എന്ന് പറയുന്ന വോളിയം A2 ഡെൽറ്റ x2 എന്ന വോളിയം സെയിം ആണ്. അപ്പോൾ A2 വലുതായതുകൊണ്ട് x2 ചെറുതായി, അതേപോലെ A1 ചെറുതായതുകൊണ്ട് x1 വലുതായി. അപ്പോൾ ആ വരയ്ക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. The work done on the fluid at A1. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡിൽ വർക്ക് ചെയ്യാണ്, കാരണം ഫ്ലൂയിഡ് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഫ്ലൂയിഡിലേക്ക് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫ്ലൂയിഡിനെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നത്. അതായത് നമ്മൾ ബൈ എയ്ഡ് ഓഫ് മോട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ആ ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡിൻ്റെ മേലെയാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് A1, ദാറ്റ് ഈസ് ഈക്വൽ ടു W1 ഈസ് ഈക്വൽ ടു F1 ഡെൽറ്റ x1. നമുക്കറിയാം FdX ആണ് വർക്ക് ഡൺ ഇക്വേഷൻ. അപ്പോൾ F1 ഡെൽറ്റ x1 that is equal to P1 A1 delta x1 that is equal to P1 delta V. This is equation number 1. അപ്പോൾ ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ F1നെ P1 A1 എന്ന് കൊടുത്തു, ഡെൽറ്റ x1 അങ്ങനെ എടുത്തെഴുതി. A1 ഡെൽറ്റ x1 ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഇസ് വോളിയം ഡെൽറ്റ വി. ഇവിടെ V1 കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കറിയാം എത്ര എമൗണ്ട് ഓഫ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ആണ് ഉള്ളിലേക്ക് കടക്കുന്നത്, അത്ര എമൗണ്ട് ഓഫ് വോളിയം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ വോളിയം സെയിം ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, V1 എന്ന് പറയുന്ന വെലോസിറ്റി ആണ്, V2 എന്ന് പറയുന്ന വെലോസിറ്റി ആണ്, ഡെൽറ്റ വി എന്ന് പറയുന്നത് വോളിയം ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, W1 ഈക്വൽ ടു P1 ഡെൽറ്റ V1. അതായത് ഫ്ലൂയിഡിൽ വർക്ക് ചെയ്തു, ആ വർക്കാണ് P1 ഡെൽറ്റ V, where P1 is the pressure at A1 and delta V is the volume of the fluid. Similarly, the work done by the fluid at A2 that is equal to W2 is equal to minus F2 delta x2. അവിടെ വർക്ക് ഡൺ ബൈ എന്ന് പറയാൻ കാരണം നമ്മൾ ഫ്ലൂയിഡിൽ വർക്ക് ചെയ്തിട്ടാണ് ഫ്ലൂയിഡ് പൈപ്പിനുള്ളിലേക്ക് എൻ്റർ ചെയ്തത്. ഇനി ഫ്ലൂയിഡ് വർക്ക് ചെയ്തിട്ടാണ് പൈപ്പിന്റെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡും ബൈ ദ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ രണ്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബൈ ആയതുകൊണ്ട് മൈനസ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ കെമിസ്ട്രി ഡിസ്കസ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക, സിസ്റ്റം വർക്ക് ചെയ്യുക എന്നൊക്കെ മൈനസ്, അതേ ഒരു നൊട്ടേഷൻ ഇവിടെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലൂയിഡിലേക്ക് വർക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് ആക്കി എടുത്തു, ഫ്ലൂയിഡ് വർക്ക് ചെയ്തപ്പോൾ നെഗറ്റീവ് ആക്കി എടുത്തു. അപ്പോൾ A2 എന്ന് പറയുന്നത് ഫ്ലൂയിഡ് വർക്ക് ചെയ്തിട്ടാണ് വെള്ളം അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് അറ്റ് A2 വർക്ക് ചെയ്യുമ്പോൾ ബൈ ദ ഫ്ലൂയിഡ് ആണ്, അതാണ് മൈനസ് വരാൻ കാരണം. അപ്പോൾ അവിടെ F1 ഡെൽറ്റ x1 വന്നു, ഇവിടെ F2 ഡെൽറ്റ x2 ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് P2 A2 ഇൻറ്റു ഡെൽറ്റ x2. പ്രഷർ നമ്മൾ മാറ്റി എഴുതുന്നു P2 A2 ആൻഡ് A2 ഡെൽറ്റ x2 വോളിയം ആവും. വോളിയം സെയിം ആയതുകൊണ്ട് 2 എന്ന് കൊടുത്തില്ല, P2 ഡെൽറ്റ V. പക്ഷെ വർക്ക് ഡൺ ഓൺ W2 എന്ന് വരുമ്പോൾ ഇവിടെ ബൈ ആയതുകൊണ്ട് മൈനസ് P2 delta V. W1 ആകുമ്പോൾ P1 delta V, കാരണം വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ആണ്, ഇവിടെ ബൈ ദ ഫ്ലൂയിഡ് ആണ്. Here P2 is the pressure at A2 and the negative sign indicates that the work is done by the fluid. Therefore, net work done W is equal to W1 plus W2, that is equal to P1 minus P2 into delta V. കാരണം P1 delta V plus minus P2 delta V ആവും. Delta V take it outside. So P1 minus P2 delta V. അപ്പോൾ ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. എടുത്ത വർക്ക് കൂടി എല്ലാ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് P1 minus P2 delta V. Delta V ശ്രദ്ധിക്കാൻ ഇറ്റ്സ് വോളിയം. Part of this work goes into changing the kinetic energy of the fluid and the other part goes into the changing in gravitational potential energy. നമ്മൾ വർക്ക് എനർജി തിയറം പഠിച്ചതാണ്. അവിടെ വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് ഡിഫറെന്റ് ക്രോസ് സെക്ഷണൽ ഏരിയയോടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഏരിയ മാറുമ്പോൾ വെലോസിറ്റി മാറും. വെലോസിറ്റി മാറുക എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി മാറും. അപ്പോൾ ആ കൈനറ്റിക് എനർജിക്ക് മാറാനുള്ള വർക്ക് എടുത്തിരിക്കുന്നത് ഈ വർക്ക് എന്നാണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഡിഫറൻസും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി മാറും. പൊട്ടൻഷ്യൽ എനർജി മാറാൻ എടുക്കുന്ന വർക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് വർക്ക് എനർജി തിയറി പ്രകാരം ഇക്വേറ്റ് ചെയ്യാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി
That is delta key is equal to half m v2 square minus half m v1 square. That is equal to half m, take it outside, v2 square minus v1 square, or half rho delta v v2 square minus v1 square. കാരണം m എന്ന് പറയുന്നത് റോ എന്ന് പറയുന്നത് മാസ് പെർ വോളിയം ആണ്. സോ മാസ് ഇസ് റോ ഇൻറ്റു വോളിയം ആവും. സോ ഹാഫ് റോ ഡെൽറ്റ വി ഇൻറ്റു വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ. അപ്പോൾ ഈ ഡെൽറ്റ കെ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഹാഫ് റോ ഡെൽറ്റ വി വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ. Similarly, change in potential energy, that is equal to delta U is equal to mgh2 minus mgh1. mg take it outside, h2 minus h1. I m in rho delta V കൊടുത്തു. So rho delta Vg h2 minus h1. So this is the change in potential energy. അപ്പോൾ change in kinetic energy കണ്ടു, change in potential energy കണ്ടു. By work energy theorem. That is, നമുക്ക് വർക്ക് എനർജി തിയറം അറിയാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി ആണ്. അവിടെ കൈനറ്റിക് എനർജി മാറിയിട്ട് പൊട്ടൻഷ്യൽ എനർജി മാറിയിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വർക്ക് ഡൺ. സോ പി വൺ മൈനസ് പി ടു ഡെൽറ്റ വി എന്ന് വർക്ക് ഡൺ ആണ്. ഹാഫ് റോ ഡെൽറ്റ വി വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി റോ ഡെൽറ്റ വി ജി എച്ച് ടു മൈനസ് എച്ച് വൺ. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും കൂടി കൂട്ടുമ്പോഴാണ് ആ വർക്ക് ഡൺ കിട്ടുന്നത്. അതാണ് വർക്ക് എനർജി തിയറം. എടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എനർജിയാണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എനർജി വന്നാണ് വർക്ക് ഡൺ. സോ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു change in kinetic energy plus change in potential energy. So P1 minus P2, a delta V എല്ലാത്തിലും കോമൺ ആണ്, അത് കട്ട് ചെയ്യാം. സോ റോ ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ ജി H2 മൈനസ് H1. So by arranging P1 plus half rho V1 square plus rho g H1 is equal to P2 plus half rho V2 square plus rho g H2. പി വണ്ണും പി ടു ആണ്. ടൂവിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു, വണ്ണിനൊക്കെ വേറെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ വരും. പി വൺ അതുപോലെ തന്നെ ഹാഫ് റോ മൈനസ് വി വൺ സ്ക്വയർ ആണ്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരും, പ്ലസ് ആവും. അതേപോലെ തന്നെ റോ ജി മൈനസ് എച്ച് വൺ ആണ്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും പ്ലസ് ആവും. അതേപോലെ തന്നെ മൈനസ് പി ടു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകും, പോസിറ്റീവ് ആവും. അപ്പോൾ പി വൺ പ്ലസ് വണ്ണൊക്കെ ഒരു ഭാഗത്തേക്ക് എടുത്തു, ടു ഒക്കെ വേറൊരു ഭാഗത്തേക്ക് എടുത്തു. സോ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഈ ഇക്വേഷൻ ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. നമുക്ക് ഇങ്ങനെ പറയാം, പി പ്ലസ് ഹാഫ് റോ ഫി സ്ക്വയർ പ്ലസ് റോ ജി ഇസ് എ കോൺസ്റ്റന്റ്. അതായത് നമ്മൾ വണ്ണും ടു എടുത്തു, ഇനി ത്രീ എന്നൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ പി ത്രീ പ്ലസ് ഹാഫ് റോ വി ത്രീ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ത്രീ എന്ന് വരും. അപ്പോൾ ഏതൊരു പോയിന്റിൽ എടുത്താലും ഈ ഇക്വേഷൻ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജനറൽ എങ്ങനെ പറയാം, പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഡെറിവേഷൻ തന്നെയാണ്. ഡെറിവേഷനിലാണ് കൂടുതലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. കാരണം ഇതിൽ ഡെറിവേഷൻ മാത്രമുള്ള ലിങ്ക് ഞാൻ കൊടുക്കാതെ ഈ വീഡിയോ തന്നെ ആഡ് ചെയ്ത്. അപ്പോൾ ഈ ചെയ്യുമ്പോൾ ഫ്ലൂയിഡ്സിൽ കാരണം വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് ഈ ഡെറിവേഷൻ കിട്ടാനുള്ള ചാൻസ് 90% ആണ്. അപ്പോൾ ഈ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.